ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് സ്വീറ്റ് ബട്ടറി ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10 പീസ് ഉണ്ട്. 10 കഷ്ണം വൈറ്റ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 10 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും 10 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബട്ടർ ഈ കണ്ടൻസ് മിൽക്കിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പം 10 ടേബിൾ സ്പൂൺ ബട്ടറും 10 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും. ഇനി കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരമുണ്ട്. അപ്പം മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് 9 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 10 ടേബിൾ സ്പൂൺ ബട്ടറും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് സോൾട്ടഡ് ബട്ടർ തന്നെയാണ് കേട്ടോ, സാധാരണ ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ ഇടണമെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ഇടാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു പിഞ്ച് സോൾട്ട് ഇടേണ്ടി വരും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡിന് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും. ഇതാണ് കേട്ടോ, ഈ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചെടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ ബട്ടറും 3/4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിനി നമുക്ക് ബ്രെഡ് പീസസിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വേറെ ഒരു പാത്രം ഇവിടെ എടുത്ത് വെക്കുകയാണ്. ഒരു പ്ലേറ്റ്, ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്തൊന്ന് 1 ടേബിൾ സ്പൂൺ മിക്സ്ചർ എടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ബട്ടറൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന പോലെ ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് സൈഡിൽ ഫുള്ള് തേച്ച് പിടിപ്പിക്കണേ. ഇത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ട് അടുത്ത സൈഡിലും കൂടി തേക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഈ സൈഡും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിത് പ്ലേറ്റ് വെച്ച് ചെയ്ത് കയ്യിൽ ഒത്തിരി ആവാതിരിക്കുകയാണ്. കൈ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ കയ്യിലേക്കാകുവേ. കണ്ടോ, ഇപ്പം നമ്മളിവിടെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസസും നമുക്ക് തേച്ചെടുക്കാം. ഞാനിതൊന്ന് തേച്ചെടുത്തിട്ട് വരാവേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ 10 ബ്രെഡ് സ്ലൈസസും ഇത് നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും കൂടി മിക്സ് ചെയ്ത മിശ്രിതം വെച്ചിട്ട് തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് പാത്രം വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ഈ ബ്രെഡ് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി തീ അങ്ങ് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മളിത് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ചിലപ്പോൾ കരിഞ്ഞു പോവേ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത ടോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഈ പാത്രം ഒന്ന് തൂത്ത് കൊടുക്കണേ. ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചോ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബ്രെഡ് ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനത് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണേ. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീയ്. ഞാനിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടുകയാണ്. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്ത് എടുത്തിട്ട് വരാവേ. നമ്മുടെ സ്വീറ്റ് ബട്ടറി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.